ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ ആദ്യ തിങ്കളാഴ്ച, ശുഭകോനോയുടെ അനുരഞ്ജനത്തിന്റെ ഈ ദിവസം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നോമ്പ് നമസ്കാര ക്രമത്തിൽ ഇന്നേ ദിവസം വിശുദ്ധ ഏവൻഗേലിയോനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. 23-ഉം 24-ഉം വാക്യങ്ങൾ കുറുവാക്യങ്ങളായി വായിക്കട്ടെ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷങ്ങളിൽ സവിശേഷമായ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം യേശു കർത്താവിനെ മെശിഹ എന്ന നിലയിൽ വളരെ കൃത്യമായി പറയുവാനും പ്രവചനങ്ങളുടെ നിവൃത്തിയായി അവതരിപ്പിക്കുവാനും ഈ സുവിശേഷം പരിശ്രമിക്കുന്നു. ഈ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗിരിപ്രഭാഷണം അഥവാ പർവ്വത പ്രസംഗം. തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗവും ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഭാഗമാണല്ലോ. 4 ചിന്തകളാണ് ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് നോമ്പിനോട് ചേർത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1. നോമ്പ് നിയമങ്ങൾ പുനർവായിക്കേണ്ട ദിനങ്ങളാണ്. നോമ്പ് നിയമങ്ങൾ പുനർവായിക്കേണ്ടുന്ന ദിനങ്ങൾ. 21-ഉം 22-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഈ വാക്യങ്ങൾ പഴയ നിയമ കൽപ്പനകളുടെ ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ കേവലം ഓർമ്മപ്പെടുത്തലുകൾക്കപ്പുറം ഈ കൽപ്പനയുടെ ആഴവും പരപ്പും ഇവിടെ കർത്താവ് വെളിവാക്കുന്നുമുണ്ട്. കൊല ചെയ്യരുത് എന്ന കൽപ്പന പുനർവായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ എത്രമാത്രം വിശാലമാണ് എന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നോമ്പ് കാലഹരണപ്പെട്ട നിയമങ്ങളുടെ പുനർവായനയുടെ ദിനങ്ങളായി രൂപപ്പെടണം. 2. നോമ്പ് വാക്കുകളിൽ സൂക്ഷ്മത പുലർത്തേണ്ടുന്ന നാളുകളാണ്. വാക്കുകളിൽ സൂക്ഷ്മത പുലർത്തേണ്ടുന്ന നാളുകൾ. തുടർന്നുള്ള വാക്യത്തിൽ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നും സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പറച്ചിലുകൾ ഒരു മനുഷ്യനെ ന്യായവിധിക്കും അഗ്നി നരകത്തിനുമൊക്കെ യോഗ്യനാക്കി തീർക്കുമെന്ന ചിന്ത എത്ര ഭയാനകമാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ നാം സൂക്ഷ്മത പുലർത്തണം. ഇതിലും എത്രയോ ഭീകരമായ കുത്തിമുറിവേൽപ്പിക്കുന്നതായ വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് നാം എന്തുമാത്രം വില നൽകിയാൽ മതിയാകും. നോമ്പ് നമ്മുടെ വാക്കുകളിൽ സൂക്ഷ്മത പുലർത്തുവാൻ നമ്മെ സഹായിക്കട്ടെ. 3. നോമ്പ് നിരപ്പിന്റെ നാളുകളാണ്. കുറുവാക്യങ്ങളായി വായിച്ച വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി പറയുന്നുവല്ലോ. അനുരഞ്ജനമില്ലാത്ത ആരാധനകൾ വ്യർത്ഥമെന്ന ഓർമ്മപ്പെടുത്തലാണ് അവിടെ കാണുന്നത്. ആരാധനയ്ക്ക് പങ്കെടുക്കും മുമ്പ് അനുരഞ്ജനം സാധ്യമാകണം എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. 4. നോമ്പ് വിട്ടുവീഴ്ചകളുടെ നാളുകളാണ്. 25-ഉം 26-ഉം വാക്യങ്ങളിൽ അത് പറയുന്നു. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക.
ഇണക്കത്തിൻ്റെ, ഒത്തുതീർപ്പിൻ്റെ യാത്രകൾ ഈ നോമ്പ് നാളുകളിൽ സാധ്യമാകണം. ഒത്തുതീർപ്പ് സാധ്യമാകാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാം പിടിച്ചു വാങ്ങുന്നതോ വെട്ടുവീഴ്ത്തുന്നതോ ഒന്നുമല്ല, വിട്ടുവീഴ്ചയാണ് നോമ്പിൻ്റെ നാളുകളിൽ നാം ശീലിക്കേണ്ടത്. 4 ചിന്തകളാണല്ലോ പങ്കുവെച്ചത്. ഈ നോമ്പ് നാളുകളിൽ പുനർവായിക്കപ്പെടേണ്ട, കാലഹരണപ്പെട്ട ചില നിയമങ്ങളുടെ പുനർവായന സാധ്യമാകട്ടെ. നമ്മുടെ വാക്കുകൾ ഏറെ നിഷ്കളങ്കവും തനിമയുള്ളതുമായി രൂപാന്തരപ്പെടട്ടെ. നിരപ്പിൻ്റെ, വിട്ടുവീഴ്ചകളുടെ നാളുകളായി നോമ്പിൻ്റെ ദിനങ്ങൾ മാറ്റപ്പെടട്ടെ. അതിന് ത്രിയേക ദൈവം തൻ്റെ പരിശുദ്ധ റൂഹായിലൂടെ നമ്മെ സഹായിക്കുമാറാകട്ടെ.